ഹായ് എവരി വൺ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കൾക്ക് അവർ ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് അവർ മുമ്പ് പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ ബേസിക്സ് എന്ന് പറയും മാത്സിൽ അല്ലേ, എന്തൊരു സാധനം ഉണ്ടാകുമ്പോഴും അതിന് കറക്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിന് മുകൾക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ബേസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് മുമ്പ് ക്ലാസ്സിൽ പഠിച്ച എന്നാൽ ഇപ്പോഴും സംശയങ്ങൾ ഉള്ള ചില മേഖലകളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് എങ്ങനെയാണ് അഡിഷൻ എങ്ങനെയാണ്, സബ്ട്രാക്ഷൻ എങ്ങനെയാണ്, അതായത് കൂട്ടാനും കുറക്കാനും നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം 3+4 അല്ലേ, 3+4 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, 7 ആണ്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണ് കൂട്ടേണ്ടത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് നോർമലായിട്ടുള്ള സബ്ട്രാക്ഷൻ 4-3 ഒരു വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്, 1 ആൻസർ അല്ലേ. 7 ഇത് 1. ക്ലിയർ. അപ്പോൾ ഇതെല്ലാവർക്കും നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്നാൽ നോക്കാം നമുക്ക് ഇവിടെ ഞാൻ ഈ ഒന്നാമത്തെ ഈ ഒരു എക്സാമ്പിൾ കണ്ടോ നിങ്ങൾ? ഈ ഒന്നാമത്തെ എക്സാമ്പിളിൽ എന്താണുള്ളത്, 3-4 അല്ലേ. 3-4 എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് ഒരു വലിയ സംഖ്യ കുറക്കണം അല്ലേ. അപ്പോൾ ചെറുതെന്ന് വലുത് കുറക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുക? സാധാരണ സിമ്പിളാണ്, ഒന്നുമില്ല, നമ്മൾ വലുതെന്ന് ചെറുത് കുറക്കുക. ഇവിടെ ആരാ വലുത്? 4. അതിൽ നിന്ന് എന്ത് കുറക്കുക? ചെറുത് കുറക്കുക. എന്നിട്ടൊരു കാര്യം ചെയ്യണം, ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ അതവിടെ കൊടുക്കണം. വലുത് ഇവിടെ 4 വലുത്. ഈ വലുതിൻ്റെ ചിഹ്നം ഏതാ? വലുതിൻ്റെ ചിഹ്നം ഇവിടെ ഏതാ? മൈനസ് അല്ലേ. സോ നമ്മൾ അവിടെ ആ മൈനസ് നമ്മൾ കൊടുക്കണം, മൈനസ് കൊടുക്കുക. ഓക്കെ, മൈനസ് ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞേ. ഇതെന്താ വരിക? മൈനസ് ഉണ്ട്. 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 4-ൽ നിന്ന് 3 കുറച്ചാൽ 1. അപ്പോൾ ആൻസർ എത്രയാണ്? -1. ക്ലിയർ. ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. ചെറിയ സംഖ്യയിൽ നിന്ന് വലുത് കുറക്കാൻ പറഞ്ഞാൽ വലുതെന്ന് ചെറുത് കൊടുത്തിട്ട് വലുതിൻ്റെ ചിഹ്നം അവിടെ കൊടുത്താൽ മതി. ക്ലിയർ. ഇനി ഇവിടെ നോക്കുക, രണ്ടാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, രണ്ടാമത്തെ എക്സാമ്പിൾ -3+5. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 നമ്പറുകളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ് നമ്പർ? ഒന്ന് -3 എന്ന് പറയുന്ന നമ്പറും ഒന്ന് 5 എന്ന് പറയുന്ന നമ്പറും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ഒരു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് +5 ആണല്ലോ. ഈ പ്ലസ് നമ്മൾ സാധാരണ എഴുതാറില്ല. ഈ പ്ലസ് നമ്മൾ സാധാരണ എഴുതില്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എണ്ണൽ സംഖ്യകൾ എഴുതുമ്പോൾ 1, 2, 3, 4 ഇങ്ങനെ എഴുതി പോവുക ചെയ്യുക. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം പോസിറ്റീവ് സംഖ്യകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എടുത്തെഴുതും, നെഗറ്റീവ് ആണ് എന്നുള്ളത് അവിടെ എടുത്തെഴുതും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിളിൽ 2 നമ്പേഴ്സാണ് ഉള്ളത്. ഒരു -3 ഉണ്ട്, ഒരു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? +5 അല്ലേ. ഓക്കെ, അപ്പോൾ 2 വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള നമ്പേഴ്സാണ് ഇത് രണ്ടും അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്ലസ് അഡിഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാൻ പോവാണ്. എങ്ങനെ കൂട്ടാൻ നോക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രം ചെയ്യുക? ഇവിടെ വലിയ സംഖ്യ ഏതാ, അതിൽ നിന്ന് ചെറുതാണ് കുറക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ 5-3. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി, വലുതിൻ്റെ ചിഹ്നം ഏതാണോ അത് അവിടെ കൊടുക്കുക. ഇവിടെ വലിയ സംഖ്യേൻ്റെ ചിഹ്നം പ്ലസ് ആണ്, സോ പ്ലസ് ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? 5-3 നമുക്കറിയാം 2. അപ്പോൾ +2. എടാ +2 എന്ന് പറഞ്ഞാൽ അതും തന്നെയാണ് 2. അത് പ്രത്യേകം ഈ പ്ലസ് എടുത്ത് എഴുതണം എന്ന് ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ആ പ്ലസ് നമ്മൾ പ്രത്യേകം എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കാം മൂന്നാമത്തെ എക്സാമ്പിളിൽ നമുക്ക് ഉള്ളത് -3, -5. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. രണ്ടും നെഗറ്റീവ് അല്ലേ വന്നിട്ടുള്ളത്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യുക, ഈ 3ഉം 5ഉം കൂട്ടുക. 3ഉം 5ഉം കൂട്ടിയിട്ട് ഇവിടെ ചിഹ്നം നെഗറ്റീവ് കൊടുക്കുക. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, നെഗറ്റീവ് കൊടുക്കണം. എന്നിട്ട് രണ്ടും പാടെ കൂട്ടിയിട്ട് എഴുതിയാൽ മതി, 3+5. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? -8. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നുണ്ട്.
ഇപ്പോൾ ആൻസർ വരുന്നത് -8 വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കണം, രണ്ടും നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പുറത്തിട്ടിട്ട് രണ്ടും പാടെ കൂട്ടി ചെയ്താൽ മതി. ഇനി നാലാമത്തെ ചോദ്യം 3+5. 3+5 നമുക്കറിയാം, അത് നോർമൽ ആ സംഭവം തന്നെയാണ്. 3+5 എന്താ? 8. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഞാൻ ഈ സൈഡിൽ എഴുതിയിട്ടുള്ള ഈ കാര്യങ്ങൾ കണ്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടും ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നോക്കുക. ഒന്നാമത്തത് 2, 3, 4 കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. പ്ലസ്സും വന്നാൽ പ്ലസ് ആയിരിക്കും, പ്ലസ്സും നെഗറ്റീവും വന്നാൽ നെഗറ്റീവാണ് വരിക. നെഗറ്റീവും പ്ലസ്സും വന്നാൽ നെഗറ്റീവ് വന്നാൽ പ്ലസ്. അപ്പോൾ പിന്നെ ഇന്നെ പഠിപ്പിച്ചതിന് സമയത്ത് ഞങ്ങളൊരു മാഷ് പറഞ്ഞു തന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിക്കാണ്. ട്രിക്കൊന്നുമല്ല, ഇനിയിപ്പോൾ ഇത് വേറെ രീതിയിൽ എടുക്കരുത്. നമ്മൾ പ്ലസ് ബോയ് ആയിട്ട് എടുക്കുക, നെഗറ്റീവ് ഗേളായിട്ട് എടുക്കുക. ഓക്കെ, 2 ആൺകുട്ടികൾ ഒരുമിച്ച് നിന്നാൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ സാധാരണ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരുമിച്ച് നിന്നാൽ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യം അല്ലേ. ഒരു നെഗറ്റീവും, അതായത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, അതും നെഗറ്റീവാണ് അല്ലേ. ഒരു പെൺകുട്ടി 2 പെൺകുട്ടികൾ ഒരുമിച്ച് നിന്നാൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യം. അതായത് അന്ന് എനിക്ക് പറഞ്ഞു തന്ന സംഭവമാണ്. സോ അന്ന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. ഇനി ഇത് വേറെ രീതിയിൽ എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കണമെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. പ്ലസ്സും വന്നാൽ പ്ലസ്സും നെഗറ്റീവും വന്നാൽ നെഗറ്റീവും പ്ലസ്സും വന്നാൽ നെഗറ്റീവും വന്നാൽ പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇവിടെ 5 + -4 എടാ കണ്ടോ, ഇവിടെ പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാണ്ടോ നിങ്ങൾ? പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാണ്ടോ? പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ എന്ത് വരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ ഏതാണ്? നെഗറ്റീവ് അല്ലേ. സോ നമുക്ക് ഇതിനെ രണ്ടിനെയായിട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഒരു നെഗറ്റീവാണ് കൊടുക്കുക. അപ്പോൾ 5 - 4 എത്രയാണ്? 1. ഇതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ ആരൊക്കെ ഒരുമിച്ച്? നെഗറ്റീവാണ് ഒരുമിച്ച്. അപ്പോൾ എന്താ വരിക? അവിടെ നെഗറ്റീവും ഒരുമിച്ച് വന്നാൽ ആരാവുക? പ്ലസ് അല്ലേ, പ്ലസ്സാണ് പ്ലസ്. ഓക്കെ, അപ്പോൾ 5 + 4 എന്ന് പറയുമ്പോൾ 9. ക്ലിയർ. ഇനി ഇവിടെ നോക്കുക, -5 -4. ഒരു കാര്യം ചെയ്യാം, അവിടെ നോക്കിക്കോ, -5 -4 ആണല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഈ നെഗറ്റീവും എന്തായിട്ട് മാറും? ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറില്ലേ. ഒരുമിച്ച് വരണം കേട്ടോ. ഓക്കെ, ഒരുമിച്ച് വന്നാൽ പോസിറ്റീവ്. സോ +4 -5 + 4 പിന്നെയും പ്രശ്നമായില്ലേ. അപ്പോൾ ഈ 2 സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണ്. വ്യത്യസ്ത ചിഹ്നമാകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വലുതെന്ന് ചെറുത് കുറക്കുക, 5-ന്ന് 4 കുറക്കുക. എന്നിട്ടോ ഏതിന് ചിഹ്നം കൊടുക്കണ്ടേ? നെഗറ്റീവ് അല്ലേ. ഇവിടെ 5 വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് കൊടുക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് -1. ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 4ാമത്തെ ക്വസ്റ്റ്യനിൽ -5 + -4 അവിടെ ഒരു പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വരിക? -5 -4. ഇവിടെ നോക്കുക, -5 -4 ആണ്, രണ്ടും ഒരേ ചിഹ്നമാണ്. സോ നമുക്ക് രണ്ടും പാടെ കൂട്ടുമ്പോൾ 9. ചിഹ്നം കൊടുക്കേണ്ടത് ശ്രദ്ധിക്കണം. 2ൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കണം. ക്ലിയർ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. 5ഉം 6ഉം എക്സാമ്പിൾസ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ, കാണുന്ന മക്കളാണെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. ഇതിൻ്റെ ആൻസർ എന്താ വരിക എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ നോർമലായിട്ട് നമുക്ക് 2 പോസിറ്റീവ് സംഖ്യകളാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ സാധാരണ ഗുണിക്കുന്ന പോലെ അല്ലേ, 3 × 4 അല്ലേ, 3 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 അല്ലേ, 12. അതാർക്കും പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇവിടെ നോക്കിയേ, 2 സംഖ്യകളും നോക്കുക, 2 സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളാണ്. ഇപ്പോൾ രണ്ടും നെഗറ്റീവ് സംഖ്യകളാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നെഗറ്റീവും വന്നാൽ എന്താ? നെഗറ്റീവ് വന്നാൽ എന്താ? പോസിറ്റീവ് അല്ലേ. അപ്പോൾ സംഖ്യ നമ്മുടെ ഉത്തരം പോസിറ്റീവ് ആയിക്കാരം. ഇനി ചെയ്യേണ്ട പരിപാടി ഈ 3 4 ഗുണിക്കുക. 3 4 ഗുണിക്കുമ്പോൾ എത്ര? 12. അപ്പോൾ ആൻസർ ഈസ് +12. ദാറ്റ് ഈസ് 12. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, അടുത്തത്
രണ്ട് സംഖ്യകൾ നോക്കുക, ഇത് പോസിറ്റീവ് സംഖ്യയാണ്, ഇത് നെഗറ്റീവ് സംഖ്യയാണ്. അപ്പോൾ പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നു. പ്ലസ്സും മൈനസും ഒരുമിച്ച് വന്നാൽ എങ്ങനെ വരിക? നെഗറ്റീവ് അല്ലേ വരിക? അപ്പോൾ നമ്മുടെ ആൻസർ എന്തായാലും നെഗറ്റീവാണ്, അത് ഉറപ്പിക്കാം. ഇനി 3×4 എത്രയാണ്? 12. ക്ലിയർ. അപ്പോൾ -12. ഇനി അടുത്ത് നോക്കുക, നാലാമത്തത് -3×4. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ സംഖ്യ മൈനസാ, രണ്ടാമത്തെ സംഖ്യ പ്ലസ്സാ അല്ലേ? സോ -3×4 എന്ന് പറയുമ്പോൾ ആൻസർ നമുക്ക് മൈനസാണ് വരിക, -12. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, -5×6 എത്രയാണെന്നുള്ളത് നോക്കുക കേട്ടോ. ക്ലിയർ. ഇനി അടുത്ത ഡിവിഷൻ നോക്കാം നമുക്ക്. ഡിവിഷന് ഇപ്പം ഞാൻ ഈ എഴുതിയിട്ടുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളത് നോർമലായിട്ട് നമുക്ക് കണ്ടുപരിചയമുള്ള അല്ലേ, രണ്ട് പോസിറ്റീവ് സംഖ്യകൾ അല്ലേ, രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. +10 ആണ്, +12 ആണ് അല്ലേ, 10 അല്ലേ, വെറും 10 വെറും 2 എന്ന് പറയുമ്പോൾ +10 +2 അല്ലേ. അപ്പോൾ രണ്ടും പ്ലസ് ആണ്, രണ്ടും പ്ലസ് ആണെങ്കിൽ ആൻസർ ഈസ് പ്ലസ്. ഓക്കെ. അപ്പോൾ +10/2 അല്ലേ, 10 ഹരിക്കണം 2, ദാറ്റ് ഈസ് 10/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/2 എന്ന് പറഞ്ഞാൽ എന്താ? 5. ഓക്കെ. അപ്പോൾ +5 ദാറ്റ് ഈസ് 5. ക്ലിയർ. ഇനി ഇവിടെ നോക്കുക, ഈ രണ്ടാമത്തതിൽ നെഗറ്റീവ് വന്നാൽ ആൻസർ എന്തായിരിക്കും? ആൻസർ പ്ലസ് ആയിരിക്കും. ഓക്കെ അല്ലേ, നെഗറ്റീവും ഒരുമിച്ച് വന്നാൽ ആൻസർ എന്താണ്? ഒരുമിച്ച് വന്നാൽ ആൻസർ പോസിറ്റീവാണ്. സോ +5. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത് മൂന്നാമത്തതും നാലാമത്തതും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കറിയാം ഭിന്നസംഖ്യകളെ കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫ്രാക്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ. ആ ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ചില കുട്ടികൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും. സോ അങ്ങനെ സംശയമുള്ള കുട്ടികളാണെങ്കിൽ നോക്കിക്കോ, വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു 1, 2 രീതിയിൽ നമുക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസിൽ, അതായത് നമുക്കറിയാലോ ഒരു ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2/3 ഇതൊരു ഭിന്നസംഖ്യയാണ്. ഇതിൽ മുകളിലുള്ള ആളെ നമ്മൾ എന്താണെന്ന് പറയാം? അംശം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അംശം എന്ന് പറയും. ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിൽ ഇതിനെന്താ പറയുക? ന്യൂമറേറ്റർ എന്ന് പറയും. ഇനി ഈ താഴത്തുള്ള ആളെ നമ്മൾ എന്താ പറയുക? ഇത് നമ്മൾ ഛേദം എന്നാണ് പറയുക. ഛേദം അല്ലേ, ഛേദം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം തന്നെ കാരണം. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഛേദം ഒരുപോലെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതായത് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് അതാണല്ലോ ഡിനോമിനേറ്റർ. ഇവിടെ 2 ഫ്രാക്ഷൻസ് ആണുള്ളത്, 1/6 2/6. ഇത് തമ്മിലാണ് കൂട്ടേണ്ടത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ നോക്കി, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിമാണ്. ഇങ്ങനെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി അറിയോ? ഇതേ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ഇടുക, എന്നിട്ട് ഈ മുകളിലുള്ളത് മാത്രം കൂട്ടി ചെയ്താൽ. അപ്പോൾ 1 + 2 എത്രയാണ്? 3. അപ്പോൾ ആൻസറായി 3/6. ക്ലിയർ ആണോ പറഞ്ഞത്? ആൻസർ എന്താണ്? 3/6. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? ഇതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഡിനോമിനേറ്റർ 2 സെയിം ആണല്ലോ, 2 സെയിം ആണെങ്കിൽ അതേ സാധനം ഇടുക. പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഇത് 2 കൂട്ടുക, ദാറ്റ് ഈസ് 1 + 2 3. ക്ലിയർ ആണോ? 3/4 ആൻസർ. ഇനി ചില കേസിൽ ഇപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരണം നിർബന്ധമുണ്ടോ? ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് വന്നുകൂടെ? വ്യത്യസ്തമായിട്ട് വരാമല്ലോ. ഛേദം വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ്, അതായത് ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഇത് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു സാധനം മാത്രം ഓർത്ത് വെച്ചാൽ മതിയേ. ഈ ഒരു സാധനം ഏത് സാധനം എന്നറിയോ? ഈ സാധനം കേട്ടോ. ഇത് ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആകെ തെറ്റിയല്ലോ. ഈ സാധനം ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മറക്കൂല. ഈ ഒരു ചിത്രം നിങ്ങളെ മൈൻഡിൽ വേണം. ഈ ഒരു ചിത്രം നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങളിത് സാധനം മറക്കൂല. ഇവിടെ നോക്കിക്കോ, ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ ഇതാണല്ലോ നമ്മളെ ചിത്രം. ഇവിടെ നോക്കിക്കോ, ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ അല്ലേ, താഴത്തേക്ക് 1×4 ഞാനിവിടെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. 1×4. ഓക്കെ, ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ചിഹ്നം ഏതാ? നടുക്കത്തെ ചിഹ്നം അഡീഷൻ ആണല്ലോ. അപ്പോൾ ആഡ് പ്ലസ് കൊടുത്തു. ഓക്കെ. ഇനി ഇവിടെ നോക്കുക, ഇനി അടുത്ത ആരോമാർക്ക് ഇങ്ങനെ. ഓക്കെ, ദാറ്റ് ഈസ് 3×2 ബൈ ഈ താഴത്തത് ഇങ്ങനെയുള്ള ആരോമാർക്ക് അല്ലേ, താഴത്തത്തെ ആരോമാർക്ക് ഇങ്ങനെയാണ്. സോ 3×4 ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക. 1×4 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3×2 6, താഴത്ത് 3×4 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ ആൻസർ വരിക 10/12.
ക്ലിയർ. ഇതിന് ചെറുതാക്കാനൊക്കെ പോവാം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്യൂലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ അഡിഷൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറക്കാനുള്ളത് നോക്കണം. അപ്പോഴേ ഞാൻ അത് പറയുന്നതിന് മുമ്പ് ചെറിയ സംശയങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം, അഡിഷൻ ചെയ്തിട്ട് അതേ ഡിനോമിനേറ്റർ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം ചില മക്കൾക്ക് ഉണ്ടാവും, ഈ അഡിഷനും നമുക്ക് നേരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ താഴെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും. എടാ, ഇതും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്താണ് സബ്ട്രാക്ഷൻ. എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ സബ്ട്രാക്ഷന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നൊരു കേസും അതേപോലെ തന്നെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന കേസും. സോ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം, ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സെയിം ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഡിനോമിനേറ്ററിൻ്റെ ഇതും എന്നിട്ട് മുകളിലുള്ളതാണ് കുറച്ച് ചെയ്തു. 3 - 2 3 - 2 എന്ന് പറയുമ്പോൾ 1. സോ ആൻസർ ഈസ് 1/6. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇതും ഒന്ന് ചെയ്ത് നോക്കുക. ഈ 3 ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അല്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള 2 ക്ലിയർ. ഇനി അടുത്ത ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള ഛേദങ്ങൾ വരുന്ന കേസിൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3/4 - 1/5 അല്ലേ, 3/4 - 1/5 എങ്ങനെ ചെയ്യാം? എടാ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ സാധനം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ചിത്രം ഏതാ നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അല്ലേ. സോ ഈ സാധനം തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ സാധനം ഓർത്ത് വെക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് അല്ലേ, 3 × 5. ഓക്കെ, ഇനി മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചിഹ്നം കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പ്ലസ്സാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ ചിഹ്നം ഏതാ കൊടുക്കണ്ടേ? നെഗറ്റീവ് കൊടുക്കുക അല്ലേ, സബ്ട്രാക്ട് ചെയ്യാനാണ്. സോ സബ്ട്രാക്ഷൻ കൊടുക്കുക. 4 × 1 ബൈ 4 × 5 4 × 5. ക്ലിയർ ആണോ? ഓക്കെ, 15 - 4/20. എന്താ 15 - 4? 11 11/20. ആൻസർ എന്ന് പറയുന്നത് 11/20 ആണ്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ നിങ്ങൾ ചെയ്യുമോ? രണ്ടാമത്തെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. എടാ, ഈ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ് ഫ്രാക്ഷൻ്റെ കേസിൽ. അതെങ്ങനെയാണ് നോക്കിക്കോട്ടോ. ഇപ്പോൾ 4/10 ഒന്നാമത്തെ ഈ ചോദ്യം നോക്കിയേ, 4/10 × 2/5 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാം? സോ നോക്കാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഓർത്താൽ മതി, ഇത്ര ഓർത്താൽ മതി. 4 × 2 എന്താ? 4 × 2 8. 10 × 5 എന്താ? 50. എടാ, ഡയറക്റ്റ് നമ്മൾ നേരെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തത് എങ്ങനെ ചെയ്യാം? 1 × 2 1 × 2 2 ബൈ 3 × 4 12. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തൊന്ന് ശ്രദ്ധിച്ചേ. മൂന്നാമത്തത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് പല കുട്ടികളും സ്റ്റക്കായിട്ട് നിൽക്കും. കാരണം എന്താ അറിയുമോ? നമുക്ക് ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ കാരം, പക്ഷേ ഇതിനെ കാണുമ്പോൾ ചില കുട്ടികൾ അന്തം വിടും. കാരണം ഇവിടെ ഇത് ഫ്രാക്ഷൻ നമ്പറായിട്ടാണുള്ളത്, പക്ഷേ ഇത് ഫ്രാക്ഷൻ അല്ലല്ലോ കാണുമ്പോൾ. എടാ, ഇത് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാൻ എളുപ്പമാണ്. ഇങ്ങനെ ബൈ ഒന്ന് ഇട്ടാൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എന്താ? 3 × 3 9 ബൈ 4 × 1 4 × 1 എന്താ? 4. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 3/8 ഇൻറ്റു ഒരു 4 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എന്താ? 3 × 4 3 × 4 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 4 12 ആണ്. 12/8. ക്ലിയർ ആണല്ലോ? ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ഹരിക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ സ്റ്റെപ്പുകൾ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. 2/3 ബൈ 3/5. ഇത് ഈ സാധനം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ ഹരിക്കുക എന്നുള്ളത് നോക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കാം എങ്ങനെ ഹരിക്കുക എന്നുള്ളത്. ഈ ഹരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊരു മാറ്റമുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഫസ്റ്റത്തെ ഈ ഫ്രാക്ഷൻ നമ്പറിനെ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഫ്രാക്ഷൻ നമ്പറിനെ നമ്മൾ അതേപോലെ എഴുതുക. ഓക്കെ, ഒരു ഇൻറ്റു ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഈ രണ്ടാമത്തിന് ഇതേപോലെ കൊണ്ട് എഴുതരുത്, തല തിരിച്ചിട്ട് എഴുതുക.
തല തിരിച്ചിട്ട് ഏതാന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ വിൽക്രമം എന്ന് പറയും അല്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിൽക്രമം. ഇപ്പോൾ എന്തായി, ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായില്ലേ. മൾട്ടിപ്ലൈ ചെയ്യാനാകുമ്പോൾ സുഖമാണ്, കാരണം നമുക്കിന്ന് അറിയാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണ് 2 × 5 10 ബൈ 3 × 3 എന്ന് പറഞ്ഞാൽ 9. ക്ലിയർ ആണോ? അപ്പോൾ അതിൻ്റെ ആൻസറായി. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നമ്മൾ സബ്ട്രാക്ഷൻ പറയേണ്ടതായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. നോക്കുക, 2 1/3 മൈനസ് 7 2/3. എങ്ങനെ ഇത് ചെയ്യാം? പല കുട്ടികളും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നൊരു സംഭവമാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഈ 2 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 1/3 അല്ല. എന്താണ് 2 1/3 എന്ന് പറഞ്ഞാൽ 2 + 1/3 ആണ്. എന്താ 2 + 1/3? 2 + 1/3 കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ സാധാരണ എങ്ങനെ കാണാം? ഭിന്നസംഖ്യകൾ കൂട്ടാൻ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ എങ്ങനെ കൂട്ടേണ്ട അറിയാലോ. അപ്പോൾ 2 1/3 എന്താണെന്നുള്ളത് ഫസ്റ്റ് കാണാം. ഇതേപോലെ തന്നെ 7 1/3 എന്താണെന്നുള്ളതും കാണണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കോ, 2 1/3. 2 1/3 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? 2 + 1/3 ആണ്. ഓക്കെ, ഫസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കോ, നമ്മളിവിടെ ഒരു ബൈ വൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി പ്രശ്നമാവണ്ട. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യണം അല്ലേ. 2 × 3. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + 1 × 1 1 ബൈ 1 × 3 3. സോ ആൻസർ ഈസ് 7/3. അപ്പോൾ നമുക്ക് ഈ 2 1/3ക്ക് പകരം നമുക്ക് ആരെ എഴുതിയാൽ മതി? 7/3 എന്ന് എഴുതിയാൽ മതി. മൈനസ് ഇനി ഇതെന്താ വരിക നോക്കാം. അതെന്താ? 7 2/3 അല്ലേ. 7 2/3. 7 + 2/3. 7 + 2/3 എന്ന് പറയുമ്പോൾ നോക്കിക്കോ, 7 × 3 21 + 1 × 2 2 ബൈ 1 × 3 3. സോ ആൻസർ ഈസ് 23/3. ഓക്കെ, 23/3. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് തമ്മിൽ കുറക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡിനോമിനേറ്റർ സെയിം അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ അതുപോലെ ചെയ്താൽ മുകളിലത്തെ മാത്രം കുറച്ചാൽ മതി. മുകളിൽ എന്താ ഉള്ളത്? 7 - 23 അല്ലേ വരിക. ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലുത് കുറക്കാൻ വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറക്കാൻ, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം അവിടെ ഇട്ട് കൊടുത്താൽ മതി. പ്രശ്നമുണ്ടോ? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, എന്നിട്ട് ആരെ കൊടുക്കുക? നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. നെഗറ്റീവ് ചിഹ്നം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വലുതിൻ്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എന്താ വരിക ആൻസർ? വലുതിൽ നിന്ന് ചെറുത് നോക്കുമ്പോൾ 16 അല്ലേ. 16 ഇപ്പോൾ -16/3. ക്ലിയർ ആണല്ലോ? സോ ഇത് രണ്ടും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കേ. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ 9ാം ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനമാണ് ഈ കാണുന്ന സാധനം. എന്താ അത്? സ്ക്വയേഴ്സ് അല്ലേ, വർഗ്ഗങ്ങൾ എന്ന് പറയും. മലയാളത്തിൽ വർഗ്ഗങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു 10 വരെയുള്ള വർഗ്ഗങ്ങൾ എല്ലാ മക്കൾക്കും അറിയുന്നുണ്ടാവും. 1 മുതൽ 10 വരെയുള്ളത്. ഈ ഒരു 5 എണ്ണം കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് വരുമ്പോൾ നെക്സ്റ്റ് ഒരു 5 എണ്ണോ ഒരു 10 എണ്ണമൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ ഈ വർഗ്ഗങ്ങൾ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ സ്ക്വയേഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടും കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169. അങ്ങനെയാണെങ്കിൽ റൂട്ട് 169 എന്ന് പറഞ്ഞാൽ എന്താണ്? 13. ക്ലിയർ ആണോ? ഓക്കെ, 225 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. അങ്ങനെയാണെങ്കിൽ റൂട്ട് 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇത് നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നോക്കേണ്ടത് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 5. അതായത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുണ്ടല്ലോ, ഈ സംഖ്യകളുടെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ്. 5ൻ്റെ സ്ക്വയർ, 15ൻ്റെ സ്ക്വയർ, 25ൻ്റെ സ്ക്വയർ, 35ൻ്റെ സ്ക്വയർ, 45ൻ്റെ സ്ക്വയർ, ഇതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് കാണാൻ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. എങ്ങനെ കാണാമെന്നുള്ളത് നോക്കിക്കോ. 5ൻ്റെ സ്ക്വയർ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട, 25 എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി നോക്കുക, ഈ 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യകളുടെയും അവസാനം വരിക 25. അപ്പോൾ ആ 25 എല്ലാത്തിലും അവസാനം 25 തന്നെ വരിക. അതിൽ സംശയമുണ്ടോ? ഓക്കെ, ഇല്ലല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇനി 15ൻ്റെ സ്ക്വയറാണ് നമുക്ക് ആവശ്യമുള്ളത്. 15ൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റത്തെ നമ്പർ ഏതാ? 1 അല്ലേ. 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ഏതാ? 2. ഇത് തമ്മിലൊന്ന് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ കിട്ടുക 1 × 2 2. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഒരു 2 കൊടുക്കുക.
ഇനി ഇവിടെ നോക്കി നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ കൂടി നോക്കിയേ. ഇവിടെ ഫസ്റ്റ് നമ്പർ 2 അല്ലേ, 2 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ഏതാ 3. സോ 2 × 3 6. സോ ഇവിടെ 6 കൊടുത്താൽ മതി. അപ്പോൾ 625, 25ൻ്റെ സ്ക്വയറായി. ഇവിടെ 3 ഫസ്റ്റത്തെ നമ്പർ. അപ്പോൾ 3 × 4, 3 × 4 നമുക്കറിയാം 12. അപ്പോൾ ആൻസർ ഈസ് 1225. 4 വരുമ്പോൾ 4 അടുത്ത നമ്പർ 5 4 × 5 20. സോ 2025. ഈ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതൊരു 5ൽ അവസാനിക്കുന്ന ഏത് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും നിങ്ങൾക്ക് എളുപ്പം കാണാൻ പറ്റും. ക്ലിയർ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവമാണ് പൈതഗോറസ് തിയറം. അതായത് നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ 2ാമത്തെ ചാപ്റ്റർ ആയിക്കോട്ടെ, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 5ാമത്തെ ചാപ്റ്ററാണ് തോന്നുന്നുണ്ട്. ഈ ചാപ്റ്ററിലൊക്കെ ഏകദേശം പകുതിയോളം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം നമ്മൾ ഏത് ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുള്ളത്? നമ്മൾ മട്ട ത്രികോണം അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ കേസിലാണ് നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുള്ളത് അല്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ എന്താണ് പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം ഒന്നുമില്ല, ഈ സാധനം ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ സാധനം തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് വോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ. ദാറ്റ് ഈസ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പോൾ ഈ സാധനം, ഈ ഇക്വേഷൻ എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു 90 ഡിഗ്രി കോണളവ് വരുന്ന ത്രികോണത്തിനെയാണല്ലോ നമ്മൾ മട്ട ത്രികോണം എന്ന് പറയുക, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഓരോ സൈഡ്സിൻ്റെ പേര് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഈ 90 ഡിഗ്രിക്ക് ശ്രദ്ധിച്ച് കേട്ടോ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, ഇതായിരിക്കും ഏറ്റവും വലിയ സൈഡ്. ഈ സൈഡായിരിക്കും ഏറ്റവും വലിയ സൈഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർന്യൂസ്. മലയാളത്തിൽ കർണം എന്ന് പറയും. ഓക്കെ, കർണം. ഓക്കെ, പേര് മറക്കണ്ട, കർണം. ഇനി ബാക്കിയുള്ള 2 സൈഡ്സ് ഉണ്ടല്ലോ, നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലംബവശങ്ങൾ എന്ന് പറയും. ഈ ലംബവശങ്ങളിൽ ഒന്നിനെ നമ്മൾ ബേസ് എന്നും അടുത്തതിനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നും വിളിക്കും അല്ലേ? ഒന്നിനെ നമ്മൾ പാദമെന്നും രണ്ടാമത്തെ വശത്തിനെ നമ്മൾ ലംബം എന്ന് വിളിക്കും. ഇപ്പോൾ ചില കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് പാദമായിട്ട് എടുക്കാം, പ്രശ്നമല്ല. ഇനി ഇത് പാദം എടുത്താലും പ്രശ്നമല്ല. ഒന്ന് പാദമാണെങ്കിൽ അടുത്ത എന്തായാൽ മതി, ലംബം. അപ്പോൾ ഏറ്റവും വലിയ വശം കർണ്ണമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഈ ഒന്നാമത്തെ എക്സാമ്പിളിൽ 2 സൈഡ്സ് ഞാൻ തന്നിട്ടുള്ള സൈഡ് പാദം അഥവാ ബേസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഹൈപ്പർന്യൂസ് ഞാൻ തന്നിട്ടില്ല. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ. അപ്പോൾ എങ്ങനെ കാണാം നമുക്ക്? ഒന്ന് നോക്കുക. നമുക്ക് നമ്മളെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കേ. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ പാദം ബി സി അല്ലേ? അപ്പോൾ ബി സി സ്ക്വയർ പ്ലസ് ലംബം ഏതാണ്? എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഓക്കെ, നമുക്ക് കാണേണ്ടത് നമ്മുടെ ഹൈപ്പർന്യൂസ് എ സി ആണ് കാണേണ്ടത് അല്ലേ? എ സി ആണ് കാണേണ്ടത്. സോ നോക്കുക, നമുക്ക് ഇക്വേഷനിൽ നമുക്കറിയുന്ന കാര്യങ്ങളൊന്ന് കൊടുത്തു നോക്കുക. ബി സി നമുക്ക് തന്നിട്ടുണ്ട് 8 അപ്പോൾ 8 സ്ക്വയർ പ്ലസ് എ ബി എത്രയാണ്? 6. അപ്പോൾ 6ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 8ൻ്റെ സ്ക്വയർ. കണ്ടോ, നമ്മുടെ ആ സ്ക്വയേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ ഇത് വിരലുമേയും കാലുമേയും കൂട്ടി കുത്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 64 പ്ലസ് 36 ഈക്വൽ ടു എ സി സ്ക്വയർ. ക്ലിയർ ആണല്ലോ? സോ 64 36 കൂട്ടുമ്പോൾ നമുക്കറിയാം 100 100 ഈക്വൽ ടു എ സി സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിയേ, ഇവിടെ എ സി സ്ക്വയർ ആണ് നമുക്ക് 100 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എ സി നമുക്ക് എങ്ങനെ കാണാം? എ സി എങ്ങനെ കാണാം? നമുക്കറിയാം, പിന്നെ ഈ സ്ക്വയർ ഒഴിവാക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ എന്ത് കൊടുത്താൽ മതി? ഒരു റൂട്ട് കൊടുത്താൽ മതി അല്ലേ? സ്ക്വയറിന് ഒഴിവാക്കുമ്പോൾ ഇപ്പുറത്ത് റൂട്ട് കൊടുത്താൽ മതി. അപ്പോൾ റൂട്ട് 100. എന്താ റൂട്ട് 100? റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? ഏത് സംഖ്യേൻ്റെ സ്ക്വയറാണ് 100? 10ൻ്റെ അല്ലേ? അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 10. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനുകളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആകെ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. എ സി എന്ന് പറഞ്ഞ സൈഡ് 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. മറ്റുള്ള 2 സൈഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഈ സൈഡ് തന്നിട്ടില്ല, ഈ സൈഡ് തന്നിട്ടില്ല. അപ്പോൾ 2 സൈഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം നമ്മൾ ഉപയോഗിക്കാറ് 2 സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാദവും ലംബവും തന്നാൽ കർണം കാണാം, അല്ലെങ്കിൽ കർണവും പാദവും തന്നാൽ ലംബം കാണാം, അല്ലെങ്കിൽ കർണവും ലംബവും തന്നാൽ പാദം കാണാം. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ ആകെ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? ഈ ത്രികോണം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയമുള്ള ത്രികോണങ്ങളെ പോലെ തോന്നുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി. ത്രികോണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ.
ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഷേപ്പിനാണല്ലോ നമ്മൾ ത്രികോണം എന്ന് പറയാം അല്ലേ. 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ടാവും അല്ലേ. 1 2 3 3 കോണുകളുണ്ടാവും. എടാ ഈ 3 കോണുകളും പാടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. നമ്മൾ പഠിച്ചിട്ടില്ലേ, 180 ഡിഗ്രിയാണ് കിട്ടുക. ഇനി പല വിധത്തിലുള്ള ത്രികോണങ്ങൾ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സമപാർശ്വ ത്രികോണം. എന്താ സമപാർശ്വ ത്രികോണം? സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ 2 കോണുകളും അവക്കെതിരെയുള്ള, അപ്പോൾ ഈ കോണിനെതിരെയുള്ള വശം ഇത്, ഈ കോണിനെതിരെയുള്ള വശം ഇത്, ഈ 2 വശങ്ങളും തുല്യമായിരിക്കും. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ 2 വശങ്ങളും അവക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന 2 കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സമപാർശ്വ ത്രികോണം എന്ന് പറയാം. ഇനി മറ്റൊരു ത്രികോണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സമഭുജ ത്രികോണം. എന്താ സമഭുജ ത്രികോണം? ഇത് കുറച്ചും കൂടി രസമാണ് അല്ലേ. 3 വശങ്ങളും തുല്യം. 3 വശങ്ങളും തുല്യമാണ് ഇവിടെ. 3 വശങ്ങളും തുല്യമാണ്. കൂടാതെ 3 കോണുകളും എത്ര വീതമാണ് വരിക? 60 ഡിഗ്രി വീതമാണ് വരിക. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 3 വശങ്ങളും തുല്യമാണ്, 3 കോണുകളും തുല്യം. പിന്നെ ഒന്ന് മട്ടത്രികോണം. നമുക്കറിയാലോ, ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ മട്ടത്രികോണം എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കി, ഈ ത്രികോണം മട്ടത്രികോണമാണ്, കാരണം ഒരു കോണ് 90ആണ്. പിന്നെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ 2 കോണുകൾ നോക്കിക്കേ, ഈ 2 കോണുകളും തുല്യമല്ലേ. അപ്പോൾ 2 കോണുകൾ തുല്യമാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ത്രികോണങ്ങൾ നമ്മൾ സമപാർശ്വ ത്രികോണം എന്നാണല്ലോ പറയാം. അപ്പോൾ ഇവിടെ 2 വശങ്ങൾ തുല്യമാണ്. ഏതൊക്കെ വശങ്ങളായിരിക്കും തുല്യമായിട്ടുണ്ടാവുക? ഈ 45-നെതിരെ കിടക്കുന്ന ഈ വശവും ഈ 45-നെതിരെ കിടക്കുന്ന ഈ വശം അല്ലേ. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡ് എന്താ വരിക? 1 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? ഇപ്പോൾ 2 സൈഡ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതിയാലോ, പാദം സ്ക്വയർ പ്ലസ് അല്ലേ, ഇവിടെ പാദം എ ബി ആയിട്ട് എടുക്കാം നമുക്ക്. ലംബം വെരി സോറി, ഈ പാദം എ ബി ആകുമോ? ഇല്ല. പാദം നമുക്ക് ആരെടുക്കാം? എ സിനെ നമുക്ക് പാദമായിട്ട് എടുക്കാം അല്ലേ. ലംബവശങ്ങൾ ഏതൊക്കെയാണ്? ഇതും ഇതും അല്ലേ. അപ്പോൾ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ സീക്വൽ ടു എ ബി സ്ക്വയർ, ഹൈപ്പർന്യൂസ് എ ബി സ്ക്വയർ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എ സി എന്താ അവിടെ? 1, 1ൻ്റെ സ്ക്വയർ 1, ബി സി സ്ക്വയർ 1 സീക്വൽ ടു എ ബി സ്ക്വയർ. ക്ലിയർ? അപ്പോൾ 1ൻ്റെ സ്ക്വയർ ആണ് 1 ആണ്, 1 + 1 സീക്വൽ ടു എ ബി സ്ക്വയർ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ, 2 സീക്വൽ ടു എ ബി സ്ക്വയർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക പ്രശ്നം? നമുക്ക് ഇവിടെ നോക്കിക്കോ, സ്ക്വയറിന് ഒഴിവാക്കുമ്പോൾ ഇപ്പുറത്ത് എന്താ വരിക? റൂട്ട് അല്ലേ, റൂട്ട് 2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ ഇവിടെ റൂട്ട് 100 വന്നപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു റൂട്ട് അതിന് ഉണ്ട്. പക്ഷേ ഇവിടെ 2ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1 അല്ല. 2ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥം? ഒരു സംഖ്യൻ്റെ സ്ക്വയർ കാണുന്ന സമയത്ത് നമുക്ക് 2 കിട്ടണം. അങ്ങനെ ഏത് സംഖ്യൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് 2 കിട്ടുക? ഏതെങ്കിലും സംഖ്യൻ്റെ കിട്ടുമോ? ഇപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് ഏതോ ഒരു സംഖ്യൻ്റെ അല്ലേ സ്ക്വയർ ഇപ്പോൾ ഈ 2 വരിക അല്ലേ. അപ്പോൾ ഏത് സംഖ്യൻ്റെ സ്ക്വയർ ആയിരിക്കും 2 വരിക? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ റൂട്ട് 2, റൂട്ട് 5, റൂട്ട് 3, റൂട്ട് 7 ഇങ്ങനെയുള്ള ഒരുപാട് സംഖ്യകൾ നിങ്ങൾ പരിചയപ്പെടും. സോ അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ പരിചയപ്പെടും. ഇപ്പോൾ എത്ര മനസ്സിലാക്കുക? എ ബി സി റൂട്ട് 2. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചാപ്റ്ററാണ് നമ്മുടെ ഈ 1ാമത്തെ ചാപ്റ്റർ. നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ളത് ബീജഗണിതമൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. സമവാക്യ ജോഡികൾ എന്നാണ്, പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. സോ ആ ചാപ്റ്റർ അറിയണം അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ആ ഒരു കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നമ്മൾ ഈ സാധാരണ നമ്മൾ മാത്സിൽ ബീജഗണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിനെ തന്നെയാണ് നമ്മൾ ബീജഗണിത രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചുരുക്കിയിട്ട് എഴുതും. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരു നമ്പർ, ആ നമ്പറിൻ്റെ കൂടെ ഒരു 5 കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ മാത്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുക? മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ അല്ലാതെ തന്നെ ആലോചിച്ചാൽ കിട്ടും. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആയിട്ട് നമ്മൾ ആ നമ്പറിനെ നമ്മളെടുക്കും, അല്ലെങ്കിൽ എക്സ് ആയിട്ട് നമ്മുടെ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും, നമ്മുടെ സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ബീജഗണിത രീതി ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരിക? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഒരു സംഖ്യയുടെ കൂടെ 5 കൂട്ടുമ്പോൾ 10 കിട്ടും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കേ, നമ്മുടെ സംഖ്യ എക്സ് ആണ്, അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കാര്യം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ മാത്സിൻ്റെ ഭാഷയിൽ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഒരു സംഖ്യയുടെ കൂടെ 5 കൂട്ടുമ്പോൾ 10 കിട്ടും, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് എക്സ് കണ്ടാൽ മതി നമുക്ക്. അപ്പോൾ എക്സ് എങ്ങനെ കാണും? നമ്മൾ
എടാ ഈ +5 നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, +5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? എടാ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണെന്ന് അറിയോ? അപ്പുറം ചാടുമ്പോൾ മൈനസായിട്ട് മാറും. 10 - 5. അപ്പോൾ ആൻസർ എന്താ വരിക? 10 5 കുറക്കുമ്പോൾ 5. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് ആരാ? 5ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പ്ലസ് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നെഗറ്റീവായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, ഒരു സംഖ്യയിൽ നിന്ന് 6 കുറക്കുമ്പോൾ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ഒരു സംഖ്യയിൽ നിന്ന് 6 കുറക്കുമ്പോൾ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ഒരു സംഖ്യയിൽ നിന്ന് 6 കുറക്കുകയാണ്. കുറക്കുന്ന സമയത്ത് 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്. എടാ ഈ -6 ഇങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? നെഗറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 12 + 6 എത്ര വരിക? 18. ക്ലിയർ ആണോ? ഇതേപോലെ തന്നെ ഓർത്ത് വെച്ചോ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ വന്നു, x/4 = ഒരു 3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 4നെ ഇപ്പുറത്ത് കൊണ്ടുപോകണ്ടേ? ഇവിടെ ഈ 4 ഹരിക്കണം അല്ലേ? ദാറ്റ് ഈസ് /4 അല്ലേ? /4, അതായത് താഴത്ത് കിടക്കുന്ന 4 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. 3 × 4 = 12. ഇപ്പോൾ നേരെ തിരിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഒരു സംഖ്യയുടെ 5 മടങ്ങ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ഇപ്പോൾ നമ്മുടെ സംഖ്യ എക്സ് ആയിട്ട് എടുത്താൽ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എക്സ് × 5 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം, സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5 × x = 15. അങ്ങനെയാണ് സംഖ്യ ഏതാണെന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നമ്മൾ 5x = 15 അല്ലേ? നമുക്ക് ഈ 5നെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ പോരെ? എടാ ഈ ഗുണിക്കാനുള്ളത് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താണെന്ന് അറിയോ? ഹരിക്കാനാവും. 15 - 5 15 - 5 എത്ര? 3. ക്ലിയർ ആണോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യന്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കരുതിക്കോ, ഒരു സംഖ്യയുടെ 2 മടങ്ങിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യയുടെ 2 മടങ്ങിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ഇപ്പോൾ നമ്മൾ സംഖ്യ എക്സ് എടുത്തു. എന്താ ക്വസ്റ്റ്യൻ എന്താ? ഒരു സംഖ്യയുടെ 2 മടങ്ങിൻ്റെ കൂടെ അല്ലേ? സംഖ്യയുടെ 2 മടങ്ങായി അല്ലേ? 2x എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 2 മടങ്ങായി. അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. എക്സ് കാണണം അല്ലേ? സംഖ്യ നമുക്ക് കാണണം. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഈ 2നെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോകാം. 2 പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? 2x = +2 ആണ്. അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ്. സോ 2x = 8. ഇനി x = ഇവിടെ നോക്കിക്കോ, ഈ 2 ഇപ്പുറത്ത് കൂടുമ്പോൾ എന്താവും? ഗുണിക്കാനാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കാനാവും. ദാറ്റ് ഈസ് 8 ഹരിക്കണം 2. 8 ഹരിക്കണം 2 എന്താ? 4. ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ എന്തായി? 4. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ആ ഒരു അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, പിന്നെ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ക്വയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. 5 അവസാനം വരുമ്പോൾ എങ്ങനെയാണ് സ്ക്വയർ കാണുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൈതഗോറസ് തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സംഭവം ബീജഗണിത രീതി. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോൾ താങ്ക് യു.